ഈ ഒരു അയൺ ബോക്സ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ, എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് കിടിലൻ സൂത്രങ്ങൾ കണ്ടാലോ. നമുക്ക് ഇത് തുണികൾ തേക്കാൻ മാത്രമല്ല കേട്ടോ, വീട്ടിലെ ജോലികൾ വളരെ എളുപ്പമാക്കാൻ പറ്റിയ കിടിലൻ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു വെക്കാം കേട്ടോ. ഇത് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എവിടെയൊക്കെ ബാഡ് സ്മെല്ലൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഡൈനിങ് ടേബിൾ ആണെങ്കിലും തുടക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ല് വരാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കംഫർട്ട് എന്ന് പറയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരികയും ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലിനെ കളയാനും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയുവാനൊക്കെ വളരെ നല്ലതാണ്. ഈവൻ നമ്മുടെ ബെഡിലാകട്ടെ സോഫയിലാകട്ടെ മഴക്കാലമായാലും വേനലായാലും ഒരു ബാഡ് സ്മെല്ല് അവിഞ്ഞ മണം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ, നമ്മൾ തണുപ്പ് കാലമാകുമ്പോഴാണ് കൂടുതൽ അവിഞ്ഞ ഒരു മണം വരുന്നത്. ഇല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർ യൂറിൻ പാസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് തേപ്പൊട്ടി കൊണ്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. വെയിലത്തിടേണ്ട ആവശ്യമോ ഒന്നുമില്ല. നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടും. ബാഡ് സ്മെല്ല് പോകുവാനും സൂപ്പറാണ് കേട്ടോ. ഒന്ന് ചെയ്തു നോക്കുക. ബെഡിലാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് വെളുത്തുള്ളി ഉലിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയാണല്ലേ. വെളുത്തുള്ളി ഉലിക്കുന്ന ഇതൊക്കെ വന്നിട്ടുണ്ട്, ചോപ്പറൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഗാർലിക് പീലർ ചോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് മേടിച്ചവരൊക്കെ എല്ലാവരും അത്ര നല്ല ഒരു റിവ്യൂ അല്ല പറഞ്ഞേക്കുന്നത്. കുറച്ചൊക്കെ പോകും, കുറേയൊന്നും പോകില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഇതുപോലെ ചെയ്യാൻ പറ്റുക, അതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ തേപ്പൊട്ടി വെച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം കറണ്ട് കാശ് കൂടുമെന്ന് പേടിയുള്ളവർ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് അടപ്പിൻ്റെയോ ഭാഗത്ത് വെളുത്തുള്ളി പണ്ട് കാലങ്ങളിൽ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. വെളുത്തുള്ളി ഇങ്ങനെ വിതറി വെച്ച് കൊടുക്കും. നമുക്കിപ്പോൾ ഒരു ദിവസം 2 ദിവസത്തേക്കുള്ള വെളുത്തുള്ളി ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചൂട് തട്ടുമ്പം അതിൻ്റെ ആ ഒരു തൊലി ഉലിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വെള്ളത്തിൽ ഇട്ട് വെച്ച് അത് കാണണമെന്നുള്ളവർ ആ ഒരു വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. അതും വളരെ എളുപ്പമായിട്ടുള്ളതാണ്. ഇതും ഇപ്പം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ പെട്ടെന്ന് ഉലിച്ചെടുക്കണമെങ്കിലും ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. തേപ്പൊട്ടി ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ആ കൗണ്ടർ ടോപ്പിലോ ഒരു കൗണ്ടർ ടോപ്പ് നല്ല ചൂടായി കിടക്കുമ്പോൾ അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉലിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പം എനിക്ക് ഒട്ടും നെഗമില്ലാത്തതുകൊണ്ട് എടുക്കാനായിട്ട് ഇങ്ങനെ പിച്ചമ്പം നെഗം വേണമല്ലോ ഒരിത്തിരി. അപ്പോൾ നമ്മൾ ആദ്യം മല്ലികളായിട്ട് അടത്തിയിടുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ പെട്ടെന്ന് നമുക്കിത് അടന്ന് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ആ ഒരു വെളുത്തുള്ളിൽ നിന്ന് അടത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് എത്ര വെളുത്തുള്ളി നിമിഷ നേരം കൊണ്ട് ഉലിക്കാനായിട്ട് സാധിക്കും. ഉള്ളി ഈ ഒരു വിദ്യ ചെയ്താൽ അത്ര എഫക്റ്റീവ് അല്ല കേട്ടോ. ഉള്ളി എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇത് ഉലിച്ചെടുക്കുന്നതായിരിക്കും വളരെ എളുപ്പം. വെളുത്തുള്ളി പക്ഷേ ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ അവിടെ വെക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് അടപ്പും ഇല്ലെങ്കിൽ നിങ്ങൾ ഓവനിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എയർ ഫ്രയറിലിട്ട് നമ്മളൊരു 2 മിനിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ ഉലിഞ്ഞ് കിട്ടുന്നതാണ്. അതൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. വെളുത്തുള്ളി ഉലിക്കുന്ന ഒരു 3-4 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പല വിധത്തിൽ പല രീതിയിൽ നമ്മൾ ഉലിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചതെന്ന് കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് ഈ വെളുത്തുള്ളി ഇപ്പം ഇത്രയും ഒലിച്ചെടുത്തിട്ടുണ്ട്. ഈ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെയാണ് അത് ഒലിച്ചെടുത്തേക്കുന്നത് കണ്ടില്ലേ. ഇത്രയും മിനിറ്റ് കൊണ്ട് ഇത്രയും നമുക്ക് ഒലിച്ചെടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ അന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഒരു ഇടിയപ്പച്ചമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, വറ്റൻമുളക്, ചിക്കനിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഗാർലിക് പൗഡറും അതുപോലെ ജിഞ്ചർ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മുട്ട 1-2 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മയോണൈസ് എത്ര വേണം അത്രയും എടുക്കാവുന്നതാണ്.
വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് ആവിയിൽ വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് വെക്കണം. ചിക്കനും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് നമ്മൾ ആ ഒരു ചിക്കൻ നല്ലതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമ്മൾ എടുക്കണം കേട്ടോ. നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആവിയിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതും ചെറിയ പീസ് എടുക്കാനായിട്ട് നോക്കണം. ബോൺലെസ് പീസാണ് നല്ലത് കേട്ടോ. വലിയ പീസാകുമ്പോൾ വേകാനായിട്ട് കുറേ സമയമെടുക്കും. ഒരു മിക്സി ജാറിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന വറ്റൻമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ ചീസാണോ അല്ലെങ്കിൽ തൈരാണോ പാലാണോ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ ചീസാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയില്ലാത്ത ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തണുപ്പില്ലാത്തത് ഒഴിച്ചു കൊടുക്കാൻ നോക്കണം കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ ചീസ് ഈ ഒരു ക്യൂബ്സ് ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഇട്ട് അത് കൂടി നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ക്യാപ്സിക്കവും ഉള്ളിയും മാത്രം, സവാളയും മാത്രം ഇട്ടേക്കുന്നത്. ക്യാരറ്റ് ഇടാം, ക്യാബേജ് ഇടാം, തക്കാളി ഇടാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന മയോണൈസ് കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വലിയൊരു പീസാക്കി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് വളരെ ചെറിയ പീസാണ് ഇഷ്ടം. അതുകൊണ്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാരങ്ങയും ഉപ്പും ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുക. ഇനിയിപ്പോൾ നോമ്പ് കാലം വരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണല്ലോ. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഫോയിൽ പേപ്പറിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനിയാണ് നമ്മളുടെ താരമായ അയൺ ബോക്സ് എടുക്കുന്നത് കേട്ടോ. അയൺ ബോക്സിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി തിരിച്ചും മറിച്ചും ഒന്ന് ചൂടാക്കി എടുത്താൽ അടിപൊളി സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വളരെ ഹെൽത്തിയാണ്. ഒരു തരി എണ്ണ പോലും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട്, അതുപോലെ തന്നെ മയോണൈസ് ആണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. യാതൊരു ഹെൽത്തിന് ദോഷകരമായിട്ട് ഒന്നുമില്ല. പച്ചക്കറികൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇത് 2 ഭാഗം ഒന്ന് മൊരിച്ചെടുക്കണം. ഇത് രാവിലെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ഇനിയിപ്പോൾ നോമ്പ് വരുമ്പോൾ നോമ്പിന് നല്ലതാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഷവർമയൊന്നും കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഷവർമയുടെ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ഐറ്റം, അതും വളരെ ഹെൽത്തി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡ്സും നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് തന്നെ ഫുള്ള് ഞാൻ മാറ്റിയിട്ടേ ഇല്ല കേട്ടോ. ഈ ഒരു പേപ്പർ ഫുള്ള് ഈ ഒരു പേപ്പറിൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അടുത്തതും ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കുട്ടികൾക്കാണെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ഭാഗവും മൊരിച്ചെടുത്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് വഴി ചോദിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് ഹറിബറി ഉള്ള ദിവസങ്ങളിലും ഇതുപോലെയൊക്കെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് വളരെ നല്ലതാണല്ലോ. അടുത്തതായിട്ട് പൊടി വാട്ടുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മളുടെ പത്തിരിക്കുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ഓരോ പൊടിക്കനുസരിച്ച് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ചില പൊടി എന്ന് പറയുമ്പം നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കേണ്ടി വരും. അത് ഓരോ പൊടിക്ക് അനുസരിച്ചാണ് കേട്ടോ. അപ്പം നമുക്കിത് കുഴച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. ചൂടോടുകൂടി ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൂടോടുകൂടി നമ്മൾ ചെയ്യുന്നതാണ്. പിടിയപ്പത്തിനാണെങ്കിലും പത്തിരിക്കാണെങ്കിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല ചൂടോടുകൂടി കുഴക്കാനായിട്ട് നമുക്ക് കൈ പൊള്ളുന്ന ഒരു മടിക്ക് നമുക്ക് ഇതുണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയല്ലേ. പക്ഷെ നമ്മൾ കയ്യിലുള്ള ഈ ഒരു മിക്സി കൊണ്ട് അടിപൊളിയായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കുഴഞ്ഞു കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ എല്ലാ പൊടിയും നമുക്ക് ഇതാക്കി എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ചൂടോടുകൂടി കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. കൈ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ചൂട് ഇങ്ങനെ തട്ടുമ്പോഴേ
വളരെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതാക്കി എടുത്താൽ മാത്രം മതി. കുറേ ഇട്ടൊന്നും കുഴക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളയാക്കി എടുത്ത് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പത്തിരി ഇനി ഉണ്ടാക്കുന്ന ഒരു ടിപ്പും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇനി പരത്താൻ അറിയാത്തവർക്ക്, നല്ലപോലെ പരത്തി എടുക്കാൻ അറിയാത്തവർക്കും ഈ ഒരു ടിപ്പ് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിനനുസരിച്ച് ഇത് ഉരുളയാക്കി എടുക്കുക കേട്ടോ. ഇനി ഈ ഒരു മിക്സി കഴുകാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്ത് നോക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. മിക്സിയുടെ ഉള്ളിൽ നല്ല പാടല്ലേ, ഈ ഒരു പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യലെന്ന് പറഞ്ഞാൽ വളരെ വലിയ ടാസ്ക് ആണല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നോമ്പ് വരുന്ന സമയത്ത് ഏറ്റവും വലിയ പാടാണ് ദിവസവും നമ്മൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ. ഇടിയപ്പം ഉണ്ടാക്കുന്ന ടിപ്പ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് പത്തിരിയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരു മിക്സി 2-3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആകും. ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒരു ഷീറ്റ് എടുക്കുക. ഞാൻ ഇപ്പോൾ പത്തിരിപ്പൊടിയുടെ ഷീറ്റ് തന്നെ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതിൻ്റെ എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നടുവിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ പൊടി ഇട്ട് കൊടുത്താണല്ലോ പരത്തുന്നത്. അപ്പോൾ പരത്താൻ അറിയാത്ത ആൾക്കാർക്ക് ഈ ഒരു ട്രിക്ക് നല്ല സൂപ്പറായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ താരമായ തേപ്പ് പൊട്ടി ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഓരോ പ്രസ് കഴിഞ്ഞിട്ടും തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുത്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പത്തിരി പരന്ന് വരുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ പരത്തി ഉണ്ടാക്കുന്ന അത്രയും വലുപ്പം വരില്ല കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് പറയണമല്ലോ. നമ്മൾ പ്രസ്സൊക്കെ ചെയ്യില്ലേ, പ്രസ് ചെയ്തെടുക്കുന്ന ആ ഒരു പത്തിരിയുടെ അത്രയും ഒരു കട്ടിയിൽ നമുക്ക് കിട്ടുള്ളൂ. നേരിയ നൈസായിട്ടുള്ള പത്തിരി ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റില്ല. ആ ഒരു പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഉള്ള ആ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. ഇത് നല്ല പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ പൊങ്ങിയും വരുന്നുണ്ട്. പക്ഷേ ആ നൈസ് പത്തിരി എന്ന് പറയുമ്പോൾ ചിലവർക്ക് വളരെ നേരിയതായിരിക്കണം, ചിലവർക്ക് പ്രസ് പത്തിരി ആയിരിക്കും ഇഷ്ടം. അപ്പം നമുക്ക് വയ്യാത്ത സമയം എല്ലാ ദിവസവും നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പം മടി തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നല്ലതുപോലെ തന്നെ പൊങ്ങിയും വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് വഴി അഭിപ്രായവും അറിയിക്കുക. അടുത്തതായിട്ട് നമ്മൾ തേപ്പൊട്ടി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് കാശ് കൂടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലേ. തേപ്പൊട്ടിയൊക്കെ നല്ല സാധനമാണ്, പക്ഷെ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും നമുക്ക് ഈ ഒരു കറണ്ട് കാശ് ഓർക്കുമ്പോൾ നമുക്കൊരു ഭയമാണല്ലേ. AC അതുപോലെ തന്നെ അയൺ ബോക്സ് ഇവയൊക്കെയാണ് അല്ലേ കൂടുതൽ നമുക്ക് കറണ്ട് കാശ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിനൊന്നും ഇത്രത്തോളം ഇല്ല, എന്നാലും നമ്മളുടെ അയൺ ബോക്സിനാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എല്ലാം ഇപ്പോൾ യൂണിഫോമും എല്ലാം നമ്മൾ ഒരു ദിവസം തന്നെ തേച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ ദിവസവും ഓരോ നേരം തേക്കുകയാണെങ്കിൽ ഈ ഒരു കറണ്ട് കാശ് കൂടാൻ ചാൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ തേക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് തേക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട് നല്ല രീതിയിൽ നിൽക്കുവാനും അതുപോലെ തന്നെ പെട്ടെന്ന് ചുളിവ് പോകുവാനും സഹായിക്കുന്ന കേട്ടോ. ഇപ്പം സാരിയൊക്കെ തേക്കണമെങ്കിൽ കുറേ നേരം, അതുപോലെ വൈറ്റ് ഷർട്ടൊക്കെ തേക്കണമെങ്കിൽ കുറേ നേരം നമ്മൾ അയൺ ചെയ്യേണ്ട വരില്ലേ. പക്ഷേ ഈ ഒരു ഫോയിൽ പേപ്പർ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തുണികളുടെ ചുളിവ് പോകുവാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് തേച്ച് കഴിയാനും സാധിക്കും. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ഇത് ഫുള്ള് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോന്ന് തേക്കാതെ ഒറ്റ ദിവസം തന്നെ എല്ലാം തേച്ചാൽ അത്രയും കറണ്ട് നമുക്ക് ലാഭമാണ് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് തേച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ടിപ്സും ചെയ്തു നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.